ചില വിശ്വാസ സത്യങ്ങൾ. കൊച്ചുമോൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങവൻ. സത്യത്തിൻ്റെ പരിജ്ഞാനം എന്ന വിഷയമാണ് ഇന്നത്തെ പഠന വിഷയം. സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിച്ച ശേഷം വീണ്ടും പാപം ചെയ്താൽ പാപങ്ങൾക്കായി ഒരു യാഗവും അവശേഷിക്കുന്നില്ല. എബ്രായർ 10:26. നാം എല്ലാവരും തന്നെ യേശുവിനെയും അവൻ്റെ ഉപദേശത്തെപ്പറ്റിയും പരിജ്ഞാനം പ്രാപിച്ചവരാണ്. 100% സുബോധവും സമ്മതവും ഉണ്ടായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണല്ലോ ഒരു പുണ്യവും പാവവും. മനുഷ്യൻ ബലഹീനനാകയാൽ ചിലപ്പോൾ പാപത്തിൽ വീണുപോകും. ചെയ്യേണ്ടത് ചെയ്യാത്തതും ചെയ്യരുതാത്തത് ചെയ്യുന്നതുമാണല്ലോ പാപത്തിൻ്റെ നിർവചനം. ഇപ്രകാരം നാം പാപത്തിൽ വീണുപോയാൽ ആ പാപമോചനത്തിന് ഉള്ള നമ്മുടെ സഭയുടെ വിശ്വാസമാണല്ലോ വിശുദ്ധ കുർബാന അനുഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിശുദ്ധ കുർബാന നമ്മുടെ പാപമോചനത്തിന് ഫലം ചെയ്യുകയില്ല എന്ന് ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് നൂതന സഭയിലെ പലരും ഇതിനെപ്പറ്റി വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ ശരിയായ സന്ദർഭ അനുസരിച്ചുള്ള അർത്ഥത്തിൽ അത് മനസ്സിലാക്കുമ്പോഴാണ് അത് നമ്മുടെ യാഗത്തിൻ്റെ കുറവല്ല എന്ന് മനസ്സിലാകുന്നത്. പെന്തിക്കോസ്തി ദിവസം സിഹിയോൻ മാളികയിൽ ആയിരുന്നല്ലോ ക്രിസ്തുമതം രൂപം പ്രാപിച്ചത്. അന്ന് 3000 യഹൂദന്മാരായിരുന്നു ആദ്യമായി സഭയിൽ ചേർന്നത്. പിന്നീട് പലരും ക്രിസ്തു സഭയിൽ ചേർന്നു തുടങ്ങി. അങ്ങനെ ധാരാളം യഹൂദന്മാർ ക്രിസ്തുമതം സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും റബിമാരും കൂടിച്ചേർന്ന് ഗൂഢാലോചന ആലോചിച്ചു, ഇവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം. അവർ യെശയ്യാവിൻ്റെ പ്രവചനം 7:14 വളച്ചൊടിച്ച് പ്രചരിപ്പിച്ച് പലരെയും തിരികെ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ തിരികെ വരാതെ ഇരുന്നവർ അവരുടെ സഹോദരങ്ങളും ബന്ധുക്കളും പോയവർക്ക് വേണ്ടി അവർ യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പറഞ്ഞ ആ പാപം മോചിച്ച് കിട്ടുന്നതിന് വേണ്ടി തങ്ങൾ നിൽക്കുന്ന ക്രിസ്തീയ സഭയുടെ വിശ്വാസപ്രകാരമുള്ള യാഗം അർപ്പിക്കപ്പെട്ടാൽ അതുകൊണ്ട് അതിന് യാതൊരു ഫലവും അവരുടെ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച പാപത്തിന് മോചനം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നൂതന സഭയിൽപ്പെട്ട പലരും നിങ്ങൾ ഒരു പാപം ചെയ്തിച്ച് നിങ്ങളുടെ അച്ഛൻ്റെ അടുക്കൽ ചെന്ന് കുമ്പസാരിച്ച് കുർബാന കൊണ്ടാൽ ഈ യാഗം പ്രയോജനം ചെയ്യുകയില്ലെന്നുള്ള അർത്ഥത്തിൽ അത് മാറ്റപ്പെടുത്തിയാണ് പലരെയും സഭയിൽ നിന്നും വിടുവിക്കുന്നത്. സത്യസഭയുടെ വിശ്വാസം വിട്ട് പലരും ഇതിൻ്റെ അർത്ഥവ്യത്യാസത്തിൽ മതം മാറ്റം നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്ന് യഹൂദന്മാരെ മതപരിവർത്തനം നടത്തിയ യൂദന്മാരോട് യെശയ്യാവ് 7:14 പ്രവചനം അവർ വളച്ചൊടിക്കുക പതിവായിരുന്നു. യഹൂദൻ രാജാവായ ആഹാസിൻ്റെ കാലത്ത് ശത്രു രാജാവായ അരമ്യ രാജാവും ഇസ്രായേൽ രാജാവും തനിക്കെതിരെ യുദ്ധത്തിന് വരുന്ന വിവരം അറിഞ്ഞ ആഹാസ് രാജാവിൻ്റെ ഹൃദയം കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റിനാൽ ഉലയുന്ന പോലെ ഉലഞ്ഞു തുടങ്ങിയപ്പോൾ ഭയപരവശനായി ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം യെശയ്യാ പ്രവാചകന് മുഖാന്തരം പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയായി ഒരു അടയാളം പറഞ്ഞു കൊടുത്തു. ആ കാലത്ത് ഒരു കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്ന ഒരു പ്രവചനമുണ്ടായി. അത് നടന്ന അത്ഭുത പ്രവൃത്തി പിന്നീട് രാജാവിന് അടയാളമായി പറഞ്ഞ അത്ഭുതമായിരുന്നത് ക്രിസ്ത്യാനികളായവർ ക്രിസ്തുവിൻ്റെ ജനനത്തിലേക്ക് അത് മാറ്റിയെടുത്തതാണെന്നാണ് യഹൂദന്മാരുടെ കുബുദ്ധി. എന്നാൽ പ്രവചനങ്ങൾ മിക്കവാറും ഭാവി സൂചനയും ഇരുവായ്ത്തലയുള്ളതും അവയ്ക്ക്
നാനാർത്ഥങ്ങൾ ചിലതിന് ഉള്ളതായിട്ടുമാണ് ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായം. യേശുവിൻ്റെ ജനനത്തെപ്പറ്റി പ്രധാനപ്പെട്ട ഒരു പ്രവചനം തന്നെയാണ് യെശയ്യാവ് 7:14. എന്നാൽ ഇത് കൂടാതെ നമുക്ക് ധാരാളം പ്രവചനങ്ങൾ പരിശോധിക്കാം. വേറെ ഉള്ളത്, ഒന്ന്, ഇസ്രായേലിൻ്റെ അധിപൻ നിന്നിൽ നിന്ന് വരും. മീഖായേൽ 5:2. ദൈവം യേശു ജഡത്തിൽ വെളിപ്പെട്ടു. 1 തീമോത്തിയോസ് 3:16. മൂന്നാമത്, ഈശായുടെ കുറ്റിയിൽ നിന്നും ഒരു മുള വരും. യെശയ്യാവ് 11:1. എൻ്റെ വലത്തുഭാഗത്തിരിക്കുക, നിന്റെ ശത്രുക്കളുടെ പാദപീഠം ആകുവോളം എന്ന് പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനം 110:1. ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനം 2:7. എൻ്റെ വസ്ത്രങ്ങൾ അവർ പങ്കിടും. സങ്കീർത്തനം 22:19. അവൻ്റെ അസ്ഥി ഒന്നും ഒടിയില്ല. 22:17 സങ്കീർത്തനം. എന്നെക്കുറിച്ച് പുസ്തകച്ചുരുളിൽ എഴുതിയിരിക്കുന്നു. സങ്കീർത്തനം 40:7. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. സങ്കീർത്തനം 118:22. ആദിയിൽ ദൈവം എന്നെ സൃഷ്ടിച്ചു. സാദൃശ്യവാക്യം 22:32. 11. ആടിനെ പോലെ അവൻ വായി തുറന്നില്ല. യെശയ്യാവ് 53:7. മനുഷ്യനാൽ നിന്ദിക്കപ്പെടും. യെശയ്യാവ് 53:3. 13. എൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും. യെശയ്യാവ് 45:23. അവൻ്റെ അസ്ഥികൾ ഒന്നും ഒടിഞ്ഞു പോവുകയില്ല. സങ്കീർത്തനം 34:20. യേശു ദൈവമെന്ന് പറഞ്ഞ് തൻ്റെ മുഴങ്കാൽ മടങ്ങും. ഫിലിപ്പിയർ 2:19. ആദ്യജാതനെ നമസ്കരിക്കണം. എബ്രായർ 1:6. 17. ദൈവം യേശു ജഡത്തിൽ വന്നുവെന്ന് 1 യോഹന്നാൻ 1:7. ഇതുപോലെ ബൈബിളിലെ പല വാക്യങ്ങളും യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളായിട്ട് ഉണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ ഹിന്ദുമതത്തിലെ 4 വേദങ്ങളിൽ അഥർവവേദത്തിലും 10ാം അവതാരമായ പ്രജാപതിയെപ്പറ്റി വിശദീകരിച്ച് പരാമർശിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ് കാണുന്നത്. മനുഷ്യവർഗത്തിന് ബോധം കൊടുത്ത പ്രജാപതി അരൂപിയും സർവവ്യാപിയും, അവൻ പിതാവും പുത്രനും ആത്മാവും ചേർന്ന ദൈവവും, ഭൂമിയിൽ വെച്ച് മരത്തൂണിൽ കരചരണങ്ങൾ അല്ലെങ്കിൽ കൈകാലുകൾ ആണികളാൽ തറയ്ക്കപ്പെട്ടവനും, അവൻ്റെ അസ്ഥികൾ തകരാതെ തലയിൽ മുൾക്കിരീടം ചൂടി ചാട്ടവാറൻ അടിയേറ്റും പുളിവീഞ്ഞ് പാനീയമായി ലഭിച്ചവനും, അവൻ്റെ അങ്കി പങ്കിട്ട് രൂപത്തിൽ മനുഷ്യനും പ്രകൃതത്തിൽ ദൈവവും, മരിച്ച് 3-ാം നാൾ വീണ്ടും ജനിച്ചവൻ്റെ ശരീരവും രക്തവും പാനം ചെയ്യാനും ഇടയായി തീർന്ന അവതാര പുരുഷൻ യേശുവിലല്ലാതെ ആരിലും ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്ന സത്യമാണ് അഥർവവേദവും സാക്ഷ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ ആര്യവേദപ്രകാരം കലിയുഗമാണ്. അതാണ് ഇന്ന് സ്നേഹം തണുത്തുപോയതും സ്വാർത്ഥതയും ചതിയും അസൂയയും വഞ്ചനയും ആക്രമണങ്ങളും സ്ത്രീപീഡനങ്ങളും സ്വവർഗരീതിയും എവിടെയും വിളങ്ങിക്കാണുന്നത്. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കന്മാരാണ് സ്വത്ത് സമ്പാദിച്ചു വയ്ക്കേണ്ടത്. 2 കൊരിന്ത്യർ 12:14 പറയുന്നു. തങ്ങളുടെ ജീവിത സുഖങ്ങൾ വെടിഞ്ഞ് ജീവിച്ച പല മാതാപിതാക്കളും ഇന്ന് വൃദ്ധസദനങ്ങളിൽ പാർക്കുന്നത് കാണുമ്പോൾ കലിയുഗം സൂചിപ്പിക്കുന്ന ലോകാവസാനം വിദൂരമല്ലെന്ന സത്യം നമ്മെ ചിന്തിപ്പിക്കട്ടെ. ഇതാണ് യേശുവും അത്തിവൃക്ഷം തളിർക്കുമ്പോൾ വേനൽ അടുത്തെന്ന് നിങ്ങൾ അറിയണമെന്ന് യഹൂദനോട് അരുളി ചെയ്തതിൻ്റെ മർമ്മം. 1948 മെയ് 11 ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊണ്ടു. ആ ഇസ്രായേലിനെയാണ് യേശു അത്തിവൃക്ഷത്തോട് ഉപമിച്ചത്. ഇന്ന് ഇസ്രായേലിലെ യുദ്ധങ്ങളും ആരംഭിച്ചിരിക്കുമ്പോൾ ലോകാവസാനം സമീപിച്ചിരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് 10 കന്യകമാരുടെ ഉപമയിൽ മണവാളനെ സ്വീകരിക്കുവാൻ
ഒരുക്കം പ്രാപിച്ചവരെ പോലെ നമ്മുടെ പാപജീവിതങ്ങൾ ഉപേക്ഷിച്ച് വിശുദ്ധിയുള്ളവരായി ഒരുക്കമുള്ളവരായി തീരണം എന്ന് ഓർക്കുക. താങ്ക് യു.